أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله اللهم صل وسلم ബാരിക് അലൈഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വഹാബികൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് കണ്ടു. അതിൽ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളുടെ പേരിൽ പച്ചക്കളവുകൾ എഴുതിയിട്ടുണ്ട്. ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മഹല്ലിയിൽ സ്ത്രീകളുടെ സഫ് വിവരിച്ച സമയത്ത് പുരുഷന്മാരുടെ സഫിന് പിന്നിലാണ് നിൽക്കേണ്ടത് എന്നും സ്ത്രീകൾ ഇമാമിന്റെ ബാക്കിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇമാമ് എഴുന്നേൽക്കേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് പള്ളിയിൽ വരാമെന്ന് മഹല്ലിയിൽ നിന്നും കിട്ടും. യഥാർത്ഥത്തിൽ ആ ടെക്സ്റ്റ് നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കിയാൽ ആ ടെക്സ്റ്റിൽ ഒരിക്കലും തന്നെ സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടണം എന്ന് പറഞ്ഞിട്ടേ ഇല്ല. എന്നല്ല, ടെക്സ്റ്റിൽ പള്ളി എന്ന പദം പോലും പറഞ്ഞിട്ടില്ല. മറിച്ച് വീട്ടിൽ ചിലപ്പോൾ നമ്മൾ സ്ത്രീകളും കുട്ടികളും പിതാക്കളൊക്കെ കൂടി നിസ്കരിക്കും. അപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെ ബാക്കിലാണ് സഫ് കെട്ടേണ്ടത്. ഇനി അവിടെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന മറ്റു സ്ത്രീകളൊക്കെ ഉണ്ടാകാം. ആ സ്ത്രീകൾ കഴിഞ്ഞിട്ട് ഇമാം എഴുന്നേൽക്കേണ്ടതുള്ളൂ. കാരണം സ്ത്രീയെ കാണാതിരിക്കണം. ഇങ്ങനെയുള്ള നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കുക, അവരിട്ട ടെക്സ്റ്റിൽ തന്നെ പള്ളി എന്നൊരു പദം പോലും ആ വാചകത്തിൽ ഇല്ല. മറിച്ച് വീട്ടിലും മറ്റും നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് സഫ് കെട്ടുന്ന രീതികളെ സംബന്ധിച്ച് ഫുഖഹാ പറഞ്ഞതാണ്. പള്ളിയിലേക്ക് പുറപ്പെടണമെന്ന് പറഞ്ഞതായില്ല. എന്നിട്ട് ഈ വാചകം, മറ്റൊരു വിഷയം പറഞ്ഞ വാചകം പള്ളിയിലേക്ക് പുറപ്പെടണമെന്നതിന് തെളിവാക്കി ഉദ്ധരിക്കുന്നവരെക്കാൾ മഹാവിഡ്ഢികൾ ലോകത്ത് ഇല്ല, മഹാചതിയന്മാർ ലോകത്ത് ഇല്ല. അത് വലിയ ഒരു ഇൽമിന് തെളിവാക്കി കൊണ്ടുവരികയാണ്, കൊണ്ടു നടക്കുകയാണ് വഹാബികളായ കുഞ്ഞാടുകൾ. എവിടെ പള്ളി എന്നുള്ളത്? പള്ളിയിൽ ആരാണ് ജമാഅത്തിന് വരേണ്ടത് എന്ന് മഹല്ലി ഇമാം വ്യക്തമായി പറഞ്ഞത് കട്ടുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞത് കാണാം, വൽ ജമാഅത്തു ഫിൽ മസ്ജിദി ലിഗൈരിൽ മർഅത്തി അഫ്ളൽ, പെണ്ണ് അല്ലെങ്കിൽ പള്ളിയിലെ ജമാഅത്താണ് അഫ്ളൽ. എന്നിട്ട് പറയാണ് ജമാഅത്തുൽ മർഅത്തി ഫിൽ ബൈത്തി അഫ്ളൽ, സ്ത്രീകൾ ജമാഅത്ത് നിസ്കരിക്കേണ്ടത് വീട്ടിലാണ് അഫ്ളൽ. മിൻഹാ ഫിൽ മസ്ജിദി, പള്ളിയിലെ നിസ്കാരത്തേക്കാൾ. കാരണം ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എന്ത്? ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട്. റവാഹു അബൂ ദാവൂദ. അപ്പൊ വീടാണ് സ്ത്രീകൾക്ക് ഉത്തമം എന്ന് റസൂലുള്ള പറഞ്ഞതാണ്. പിന്നെ നബിതങ്ങളെ പറഞ്ഞ പിന്നെ സ്ത്രീകൾ ഇങ്ങനെ നിരുപാധികം പള്ളിയിലേക്ക് ഈ പറഞ്ഞതിന് ശേഷം പുറപ്പെടുകയില്ല. സഹാബി വനിതകൾ പുറപ്പെടുകയില്ല. കാരണം നബിതങ്ങൾ തന്നെയാണ് പറഞ്ഞത് വീടാണ് ഉത്തമം. ഉത്തമമായ വീട് ഒഴിവാക്കിയിട്ട് പിന്നെ പള്ളിയിലേക്ക് അവരിങ്ങനെ നിരുപാധികം പോവുകയില്ല. പോകാൻ വേണ്ടി അവിടുത്തെ ഭർത്താക്കന്മാരായ സഹാബികള് പ്രോത്സാഹിപ്പിക്കുകയും ഇല്ല. എന്നിട്ട് ഇമാം മഹല്ലി റഹ്മത്തുള്ളാഹി പറയുന്നു, വസഹഹുൽ ഹാക്കിം അലാ ശർത്തി ശൈഖൈനി, ഇത് ഹാക്കിം ബുഖാരി മുസ്ലിമിന്റെ നിബന്ധനയത്തതാണെന്ന് പറഞ്ഞ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പറയാണ് വഹ്ളൂറുഹുന്നൽ മസ്ജിദ, ഇതൊക്കെ ഒരു കട്ടുവെച്ചതാണ്. സ്ത്രീകൾ പള്ളിയിൽ ഹാജരാകൽ ഫീ ജമാഅത്തി റിജാലി, പുരുഷന്മാരുടെ ജമാഅത്തിന് യുക്റഹു ലിശ്ശവാബി, സ്ത്രീകൾക്ക് അത് കറാഹത്താണ്, യുവതികളായ സ്ത്രീകൾക്ക് അത് കറാഹത്താണ്. ഖൗഫൽ ഫിത്നതി, ഫിത്ന ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിനെ ഭയന്നതിന് വേണ്ടി. ഫിത്നയുണ്ടെങ്കിൽ അത് ഹറാമുമാണെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അത് ഈ മഹല്ലി ഇമാമിന്റെ വാചകം വിവരിച്ചുകൊണ്ട് അതിനെ ശർഹ് എഴുതിയ ഇമാം ഖല്ലൂബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ പറയുന്നു, മിത്ലു ശവാബി, യുവതികൾക്ക് കറാഹത്താണ് ജമാഅത്തിന് വരല് പള്ളിയിൽ. ദവാത്തുൽ ഹയാത്തി, ഇതുപോലെ കോലമുള്ള സ്ത്രീകളും. എന്നിട്ട് പറയാണ് വയഹ്റമു അൽ ഹുളൂറു, ഹാലറാവൽ ഹറാമാണ്. മഅ ഖൗഫിൽ ഫിത്ന വയഹ്റമു അലൈഹിൽ ഇദ്നു ലഹാ, അവൾക്ക് സമ്മതം കൊടുക്കലും ഹറാമാണ്. മാ ഖൗഫിൽ ഫിത്നത്തി മിൻഹാ, അവളിൽ നിന്നും ഫിത്നയുണ്ടെന്ന് ഭയന്നാൽ ഫിത്നയുള്ള കാലത്ത് പോകൽ ഹറാമാണ്. ഔ അലൈഹാ, അവളെ മേലിൽ ഫിത്ന വരുമെന്ന് ഭയന്നാലും. ചുരുക്കി പറഞ്ഞാൽ വ്യക്തമായി ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹുവും
അതുപോലെ അയിമ്മത്തുകളും പറഞ്ഞതിന് വിരുദ്ധമായി അവരുടെ ഇബാറത്തിനെ കട്ടുമാറ്റി ഏച്ചുകെട്ടി മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ മറ്റൊരു വിഷയത്തിന് ഇതുമായി ബന്ധിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഫിത്നയുണ്ടെങ്കിൽ ഹറാമും, ഫിത്നയില്ലാത്ത കാലഘട്ടത്തിൽ, ഫിത്നയുള്ള കാലഘട്ടമാണിത്, അതുകൊണ്ട് ഹറാമും ഫിത്നയില്ലാത്ത കാലഘട്ടത്തിൽ കറാഹത്തുമാണ് എന്നതാണ് സ്ത്രീകളുടെ ജമാഅത്തുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ അവര് വരുന്നതുമായി ബന്ധപ്പെട്ട് മഹാന്മാര് പറഞ്ഞത്. മഹൽ ഇമാം അത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വഹാബികൾ കട്ടുവെക്കുകയാണ് ചെയ്തത്. ഈ കള്ളത്തരം ജനങ്ങൾക്ക് നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. പെട്ടുപോയവര് ശരിയായ നിലക്ക് ഇത് കള്ളത്തരമാണ്, ഇത് ചതിയാണ്, വഞ്ചനയാണ് വഹാബികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചതി നിങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു ഈ ചതിയന്മാരെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.